തൗഫീഖാണേ, മിഡിൽ ഈസ്റ്റ്. നമുക്കിന്ന് നല്ല പച്ച ഇറച്ചി കനലിൽ, ചിരട്ട കനലിൽ ദം അടിച്ചൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ബിരിയാണി മേക്ക് ചെയ്യുന്നത് നമ്മുടെ കൊച്ചാപ്പാണ്, അതായത് കുഞ്ഞത്ത. അതിന് വേണ്ടിയിട്ട് മസാല എല്ലാം ആളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ അതിനുള്ള റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിലുകളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞുതരാം. കുഞ്ഞത്ത, അപ്പോൾ നമ്മുടെ ഈ ബിരിയാണിയുടെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു തന്നെ. ഇത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. അതിൽ ഏകദേശം ഒരു 70-80 പേരോളം പങ്കെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടി ഒരു 10 കിലോ ചിക്കൻ്റെ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. ഓക്കെ, അതിനുള്ള മസാല നമ്മളിവിടെ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഈ മസാല ഫുള്ള് എല്ലാ കൂട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വന്തമായ കൂട്ടുകളാണ്. നമുക്ക് വിശദമായി പിന്നീട് പറയാം. ഇത് 10 കിലോ ചിക്കനുണ്ട്. സാധാരണ നമ്മൾ കോട്ടയം സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈ ആക്കിയതിന് ശേഷം ആണ് ബിരിയാണി വെക്കുന്നത്. ഇത് നമ്മൾ പച്ച ചിക്കൻ ആണ്. അതുപോലെ തന്നെ ചിരട്ട കനലിൽ ആണ് ഇത് തയ്യാറാക്കുന്നത്. അതായത് ഒറിജിനൽ ദം ബിരിയാണി. അതെ. ഓക്കെ, ഇതിപ്പോ കനലിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അടുപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമ്മൾ ചിരട്ട കനലിൽ കത്തിച്ച് കനലാക്കും. അതിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ചിക്കൻ മസാലയ്ക്കകത്തിട്ട് മിക്സ് ചെയ്തു. ഇത് നമ്മളൊരു അരമണിക്കൂറോളം നമ്മളിങ്ങനെ വെക്കുമ്പോൾ അത് ടേസ്റ്റ് കൂടും. അതുപോലെ അന്നപ്പത്തേനും നമുക്ക് ഇതിൻ്റെ അടുപ്പിലെത്തിയ ചിരട്ടയിട്ട് അത് തീയൊക്കെ കത്തിച്ച് വരുമ്പോഴത്തേനും ഈ മസാലയിൽ ചിക്കനിൽ മസാല നല്ലപോലെ പിടിച്ചിരിക്കും. ചുറ്റും കൃത്യമായിട്ട് ചിരട്ടകൾ അടുക്കി വെക്കണം. അതിൻ്റെ തീനാളങ്ങൾ എത്താൻ വേണ്ടി കറക്റ്റ് കൃത്യമായ നിലയിൽ ചൂടെത്താൻ വേണ്ടി അടുപ്പിൻ്റെ ചുറ്റും ചിരട്ടകൾ അടുക്കി വെക്കണം. ചിരട്ട കനലിലാണിത് തയ്യാറാക്കുന്നത്. ഈ മസാലയുടെ മിക്സ് ഇപ്പൊ നേരത്തെ കൂട്ടി വെച്ചാണോ? അപ്പോൾ ഇത് നേരത്തെ കൂട്ടി വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ്. ഗരം മസാല ബിരിയാണി മസാല. അത് നമ്മൾ സ്വന്തം വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഒരു അളവിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അരി കഴുകി വൃത്തിയാക്കിയെടുത്ത് ഇത് മിക്സ് ചെയ്ത് ഇപ്പം നമ്മൾ 10 കിലോ അരി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ തുടങ്ങാം. വെള്ളത്തിന് ലീക്ക് ഉണ്ട്, അങ്ങോട്ട് ഒഴിച്ച്. ഇന്നത്തെ ഗുരു ഇതാണോ? ഗുരു ഇതാണോ? ഇതാണ് നമ്മുടെ ഗുരു. മാഷാ അല്ലാഹ്. അമ്മ നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ടോ അമ്മ? തെറ്റുണ്ടോ പറഞ്ഞു കൊടുക്കണം. നമുക്കിത് അരി ഒരു 3 പ്രാവശ്യം നമ്മൾ കഴുകി അതെടുക്കാം.